സ്ഫിയർ ഇരിക്കുക അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇതിന്റെ ടോപ്പ് വ്യൂ, ആദ്യത്തെ സ്ഫിയറിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുകയാണ്. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? ടോപ്പ് വ്യൂവിന്റെ ഡയമീറ്റർ എത്ര? 60. ഓക്കെ, അത് വരച്ചു. ഇതാ 60 ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു. ദെൻ അതിന്റെ എക്സാക്ട് നടുക്കായിട്ട് ആരുണ്ട്? 40 ഡയമീറ്ററിന്റെ വേറൊരു സർക്കിൾ വരച്ചു. ഇത് രണ്ടും ഞാൻ ഡാർക്ക് ആയിട്ട് വരച്ചു ആദ്യം. സോ ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ. ഓക്കെ, ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവാം. ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ദാ ആദ്യം ഞാൻ ഈ സെന്റർ ലൈൻ നേരെ പ്രൊജക്ട് ചെയ്തു. എന്നിട്ട് സെന്റർ ലൈൻ പ്രൊജക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ദാ ഡയമീറ്റർ എത്രയായിരുന്നു ആദ്യത്തെ സ്ഫിയറിന്റെ? 60. 60 ഡയമീറ്റർ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അത് സെന്റർ ആണ്, 30. ദെൻ ആ പോയിന്റ് സെന്റർ ആക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അതിന്റെ ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ 60. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ ഓഫ് ദ ബിഗർ സ്ഫിയർ. ഓക്കെ, ഇനി ഇതിന്റെ പുറത്ത് ആരിരിപ്പുണ്ട്? ഇതിന്റെ പുറത്ത് വേറൊരു സ്ഫിയർ ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് എത്രയാ? അപ്പൊ ഞാൻ അതിന്റെ ഡയമീറ്റർ 40 ആണ്. അതിന്റെ ഡയമീറ്റർ 40. ദെൻ അതിന്റെ സെന്റർ കണ്ടുപിടിച്ച് എത്രയാ? 20. എന്നിട്ട് 20 സെന്റർ ആക്കിയിട്ട് ഇതാ അടുത്തത് വരച്ചു. സോ ദിസ് ഇസ് 40. ഓക്കെ, so this is the front view and top view of a sphere over another sphere. അതായത് ഒരു വലിയ സ്ഫിയർ ഉണ്ട്, അതിന്റെ ഡയമീറ്റർ എത്രയാണ്? അതിന്റെ ഡയമീറ്റർ എത്രയായിരുന്നു? ഡയമീറ്റർ 60. ആ 60യുടെ പുറത്താണ് ആരിരിക്കുന്നത്? 40 ഡയമീറ്റർ ഉള്ള വേറൊരു സ്ഫിയർ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഫുട്ബോളിന്റെ മണ്ടയ്ക്ക് ഒരു ക്രിക്കറ്റ് ബോൾ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യത്തില്ലേ? ദാറ്റ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ടോപ്പ് വ്യൂ മേളിൽ നോക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ കാണുന്നത്? ഒരു ബിഗർ സർക്കിൾ, പിന്നെ അതിനകത്ത് വേറൊരു ചെറിയ സർക്കിൾ. മനസ്സിലായോ? ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ അല്ലേ ആദം? ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഐസോമെട്രി വരയ്ക്കുമ്പോൾ നമ്മൾ ഇത് ഐസോമെട്രിക് വ്യൂ ആണ്. ഐസോമെട്രിക് വ്യൂ ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. സോ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഞാൻ ആദ്യം ഒരു ലൈൻ വരച്ചു. അപ്പൊ അതിനു മുമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ ടോപ്പ് വ്യൂനെ ഒരു ബോക്സിലാക്കണം. ഇതാ ടോപ്പ് വ്യൂനെ ഞാൻ ബോക്സിലാക്കി. അപ്പൊ ബോക്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? 60 ആയിരിക്കും. കാരണം ഇതിന്റെ ഡയമീറ്റർ എത്രയാ? 60 ആണ്. ബ്രെഡ്ത്തും എത്ര തന്നെ ആയിരിക്കും? 60 വരത്തുള്ളൂ. കണ്ടോ, ലെങ്തും ബ്രെഡ്ത്തും 60 ആണ്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എത്ര ഡിഗ്രിയിലാണ് ലൈൻ വരയ്ക്കേണ്ടത്? 30 ഡിഗ്രിയിൽ വേണം ലൈൻ വരയ്ക്കാൻ. ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി ആൻഡ് ദിസ് ഡയമെൻഷൻ, ഈ ഡയമെൻഷൻ എത്രയാണ്? 60. അതായത് ഇതിന്റെ ഈ ലെങ്ത് എടുക്കേണ്ടത്, ലെങ്ത്. സിമിലർലി ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടും ഇങ്ങനെ തന്നെ ഒരു ലൈൻ വരയ്ക്കുക. ദിസ് ഇൻക്ലിനേഷൻ ഈസ് 30 ഡിഗ്രി ആൻഡ് ദിസ് ലെങ്ത് ഈസ് 60. ഓക്കെ, അപ്പൊ അത് വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യണ്ടേ? അടുത്ത സ്റ്റെപ്പില് ദാ ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു. അപ്പൊ ഈ ലൈൻ ഏതിന് പാരലൽ ആയിരിക്കണം? ഈ ലൈനിന് പാരലൽ ആയിരിക്കണം. സിമിലർലി ഇവിടുന്ന് അടുത്ത ലൈൻ വരയ്ക്കുക ഇങ്ങോട്ട്. ഈ ലൈൻ എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. രണ്ട് പാരലൽ ലൈൻസ് വരച്ചു. ഓക്കെ, അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടി ഞാനിപ്പോ ഈ ബോക്സിന് ഒരു പേര് കൊടുക്കാം. 1 2 3 and 4. ഓക്കെ, സോ ഞാനിപ്പോ ഇവിടെ 1, this is 1, this is 2, this point is 2, this point is 3, and this point is 4.
ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് നമ്മൾ ഫ്രണ്ട് വ്യൂവില് വലിയ സ്ഫിയറിന്റെ ഹൈറ്റ് എത്രയാണ്? അതിന്റെ ഡയമീറ്റർ 60. അപ്പൊ 60 നമ്മൾ ഇവിടുന്ന് ലൈൻ മേളിലോട്ട് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, സോ ദിസ് ഈസ് 60. അപ്പൊ അങ്ങനെ ഓരോ പോയിന്റിൽ ഈ 4 പോയിന്റിൽ നിന്ന് മേളിലോട്ട് എന്ത് വരയ്ക്കണം? 60 ഹൈറ്റില് ലൈൻസ് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇതിനെ ജോയിൻ ചെയ്യണം. ഓക്കെ, സോ 60 ഹൈറ്റിൽ ഞാനൊരു ബോക്സ് വരച്ചു. എന്നിട്ട് നമ്മൾ ഈ ബോക്സിന്റെ ബേസിന്റെ ഡയഗണൽ വരയ്ക്കുക. 4, 2, 1, 3 വരയ്ക്കുക. ആ പോയിന്റിന് ഞാൻ പി എന്നൊരു പേര് കൊടുക്കുക. പി, ആ പോയിന്റിന് ഞാൻ പി, ആ ഡയഗണൽ പോയിന്റ് പി എന്ന് പേര് കൊടുക്കുക. ഓക്കെ, പി എന്ന് മേളിലോട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്യുക ആ ലൈനിൽ, സച്ച് ദാറ്റ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഫിയറിന്റെ റേഡിയസ് ആയിരിക്കണം. സ്ഫിയറിന്റെ റേഡിയസ് എത്ര? 30. സ്ഫിയറിന്റെ റേഡിയസ് എത്രയാണ്? 30. അതെടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ദെൻ ആ പോയിന്റ് സെന്റർ ആക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന വാല്യൂ നിങ്ങൾ അങ്ങ് ഓർത്തിരുന്നാൽ മതി. നമ്മൾ വരയ്ക്കുന്ന സർക്കിളിന്റെ ലെങ്ത്, റേഡിയസ്, സോറി, ഇതിന്റെ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 60 ഇൻറ്റു 1.225. ഈ വാല്യൂ നിങ്ങൾ കാണാൻ പഠിച്ചാൽ മതി കേട്ടോ. 1 പോയിന്റ്. ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ സ്ഫിയറിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ അത് ഇത്രയും എൻലാർജ് ചെയ്താ വരയ്ക്കേണ്ടത്. ഈ വാല്യൂ നിങ്ങൾ അങ്ങ് ഓർത്തിരുന്നാൽ മതി. 1.225. നമുക്ക് തന്നേക്കുന്ന ഡയമീറ്റർ എത്രയാണോ അതേ ഇൻറ്റു 1, അത്രയും 1.225 എൻലാർജ് ചെയ്ത് വേണം വരയ്ക്കാൻ. ഓക്കെ, അതായത് 60 എടുത്തല്ല വരയ്ക്കേണ്ടത്. ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്ക് തന്നേക്കുന്ന ഡയമീറ്റർ 60. സ്ഫിയർ വരയ്ക്കും നമ്മൾ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ സ്ഫിയറിന്റെ കേസിൽ ഇതൊരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിൽ അങ്ങ് ഓർത്തിരുന്നാൽ മതി. 60 ഇൻറ്റു 1.225. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ തന്നെയാണ്. അടുത്തത് എന്ത് ചെയ്യണം? ഇതിന്റെ മണ്ടയ്ക്കാണ് മറ്റേ സ്ഫിയർ ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ടോപ്പ് വ്യൂവിൽ വന്നിട്ട് നമ്മൾ ഇവിടെ വേറൊരു ബോക്സ് വരയ്ക്കുക. കണ്ടോ? ആ മറ്റേ ചെറുത് ഉൾക്കൊള്ളുന്ന ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ആ ബോക്സിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഴയതിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ എല്ലാ സൈഡിലോട്ടും എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. എല്ലാ സൈഡിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. എല്ലാ സൈഡിലോട്ടും അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്യുക. ഈ ഡിസ്റ്റൻസ് ഓക്കെ, അപ്പൊ ചെറിയൊരു ഡെസിമലിന്റെ വ്യത്യാസമുണ്ട്. നമുക്കറിയാം ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്? 40 ആണ്. ശരിയല്ലേ? 40. ഇതിന്റെ ഡയമീറ്റർ 40 ആണ്. അപ്പം ബാക്കി 60 ഉണ്ട്. അപ്പൊ 60 മൈനസ് 40 എത്ര വരും? 20 അല്ലെ? അപ്പൊ ഈ രണ്ട് സൈഡിൽ ബാലൻസ് എത്ര വരും? ഇവിടെ 10 എന്നാ പറഞ്ഞ് വരേണ്ടത്. അപ്പൊ ഞാൻ വരച്ചതിന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് 9.6 എന്നൊക്കെ പറഞ്ഞ് വന്നേക്കുന്നത്.
അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഓർത്തോണം ഈ ലെഫ്റ്റിൽ എത്ര വരും? ലെഫ്റ്റിൽ 10. ഈ 9.6ന്റെ അവിടെ 10 ആയിരിക്കും, ഇപ്പുറത്തും 9.6ന്റെ അവിടെ 10 ആയിരിക്കും. സോ ടോട്ടൽ എത്ര? 60. അപ്പൊ 60 മൈനസ് നടുക്ക് എത്ര വരും? നടുക്ക് 40 വരും. അപ്പം 60 മൈനസ് 40 20. സോ 20യുടെ പകുതി 10 ഇവിടെയും പോകും, 10 ഇവിടെയും പോകും. ഓക്കെ, അപ്പൊ ആ 10 എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇതാ ഇവിടെ ഇതിന്റെ മുകളിൽ, ഈ ബോക്സിന്റെ മുകളിൽ ഞാൻ അടുത്ത ബോക്സ് വരയ്ക്കാൻ പോവാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദിസ് ഡിസ്റ്റൻസ് ഈസ് 10. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് നേരെ ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. സച്ച് ദാറ്റ് അത് ഇതിനെന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. കണ്ടോ? പാരലൽ ആയിട്ട് വരച്ചു. അപ്പൊ ഈ എൻഡിൽ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും വരുന്നത്? 10 തന്നെ ആയിരിക്കും. കണ്ടോ? ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 10. കണ്ടോ? ഞാൻ അവിടെ 10 മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ? ഈ സൈഡിലും 10 ആണ്. സിമിലർലി ഇപ്പുറത്തും ഇതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പം ആ ഡയമെൻഷൻ എത്ര ആയിരിക്കും? അതും 10 തന്നെ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് ഓൾസോ 10. ദിസ് ഓൾസോ 10. ഓക്കെ, എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് എന്ത് വരയ്ക്കുക? ആ പോയിന്റിൽ നിന്ന് നേരെ ഒരു ലൈൻ വരയ്ക്കുക. അത് ഇതിനെന്തായിരിക്കും? പാരലൽ ആയിരിക്കും. കണ്ടോ? പാരലൽ ആയിരിക്കും. സോ ദെൻ ഇതിന്റെ ഡയമെൻഷൻ എത്ര ആയിരിക്കും? 10 ആയിരിക്കും. ഇവിടെയും കണ്ടോ? ഓപ്പോസിറ്റ് സൈഡിൽ 10 ആയിരിക്കും. അഡോണ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അഡോണ അണ്ടർ റെക്കോർഡിംഗ് അല്ലേ? ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, ഇനി അടുത്തത് ഇവിടെയും ഇതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അഗൈൻ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ദിസ് ഡിസ്റ്റൻസ് ഈസ് 10. ദിസ് ഡിസ്റ്റൻസ് ഈസ് 10. ഓക്കെ, അഗൈൻ ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. സച്ച് ദാറ്റ് ഈ ലൈൻ ഇതിനെന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. അപ്പൊ ഈ ഇപ്പുറത്തെ എൻഡിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഇതും 10 ആയിരിക്കും. ദിസ് ഡിസ്റ്റൻസ് ഈസ് 10. കണ്ടോ? 10 ആണ്. കണ്ടോ? ദിസ് ഈസ് 10. ഇനി ലാസ്റ്റ് പോയിന്റ്, ഈ ഡിസ്റ്റൻസ് ദിസ് ഈസ് 10. ദിസ് ഈസ് 10 ആൻഡ് ഇങ്ങോട്ട് ലൈൻ വരച്ചു. ഇത് പാരലൽ. ഓക്കെ, അപ്പൊ ഈ എൻഡിലും എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓൾസോ 10. ക്ലിയർ? അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ചെറിയൊരു ഇത് ഷേപ്പ് പോലെ കിട്ടി. ഇനി ഈ പോയിന്റിൽ നിന്നൊക്കെ മേളിലോട്ട് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അപ്പൊ മേളിലോട്ട് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ അതിന്റെ ഹൈറ്റ് എത്രയാ? നമ്മുടെ രണ്ടാമത്തെ സ്ഫിയറിന്റെ ഹൈറ്റ്. നമ്മൾ ആദ്യം വരച്ച ബോക്സിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? ആദ്യത്തെ സ്ഫിയറിന്റെ ഡയമീറ്റർ എത്രയാ? 60. അതിന്റെ മുകളിലുള്ള സ്ഫിയറിന്റെ ഡയമീറ്റർ 40. അപ്പൊ ഞാൻ ഈ വെർട്ടിക്കൽ ലൈനിന്റെ ഇത് വരച്ചു 40 എടുത്തിട്ട് ലൈൻ വരച്ചു. സിമിലർലി അടുത്ത പോയിന്റിൽ നിന്ന് ഇതേപോലെ വരയ്ക്കുക. ഹൈറ്റ് എത്ര ആയിരിക്കും? 40. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഒരു ബോക്സിന്റെ മണ്ടയ്ക്ക് വേറൊരു ബോക്സ് ഇരിക്കുന്നതായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെയും ഇതേപോലെ തന്നെ മേളിലോട്ട് വരയ്ക്കുക. ഹൈറ്റ് എത്രയാണ്? 40. ദെൻ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് മേളിലോട്ട് വരയ്ക്കുക. സച്ച് ദാറ്റ് ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ദിസ് ഡിസ്റ്റൻസ് ഈസ് 40. എന്നിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം? ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ കുറെ ലൈൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സാരമില്ല, ഞാൻ സെഷൻ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയാം. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ എന്ത് വരയ്ക്കണം? ആദ്യം പി കണ്ടുപിടിക്കണം. അപ്പൊ പി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? ഇതിന്റെ മേളത്തെ ബോക്സിന്റെ ആ താഴത്തെ ഫേസിന്റെ ഡയഗണൽ വരയ്ക്കുക. അപ്പൊ യു വിൽ ഗെറ്റ് പി ഹിയർ. അപ്പൊ ഇത് രണ്ടുകൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് പി കിട്ടി. ഓക്കെ, സോ ദിസ് പോയിന്റ് ഈസ് പി. അപ്പൊ ഈ പി എന്ന് മേളിലോട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. സച്ച് ദാറ്റ്
നമ്മുടെ സ്ഫിയറിന്റെ മുകളിലിരിക്കുന്ന സ്ഫിയറിന്റെ ഡയമീറ്റർ എത്രയാണ്? 20. സോ 20 ഡയമീറ്ററിൽ വരയ്ക്കുക. എന്നിട്ട് ആ പോയിന്റ് സെന്റർ ആക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. വരയ്ക്കുന്ന സർക്കിളിന്റെ ഡയമീറ്റർ എത്ര ആയിരിക്കണം? 40 ഇൻറ്റു എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1.225 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതാണ് ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ടാണ് എന്ത് വരയ്ക്കുന്ന ആ സാധനം അതിനകത്ത് കയറിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ഫിയറിന്റെ മണ്ടയ്ക്ക് വേറൊരു സ്ഫിയർ ഇരിക്കുമ്പോൾ അതിന്റെ ബാക്കിലുള്ള ആ പോർഷൻ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഞാൻ അതിനെ ഡോട്ടഡ് ആയിട്ട് വേണം വരയ്ക്കാൻ. അപ്പൊ ഈ വരച്ചേക്കുന്ന പോർഷൻ എല്ലാം ഡോട്ടഡ് ആക്കണം. ആ ചെറിയ സ്ഫിയറിന്റെ ബാക്കിൽ വരുന്നതെല്ലാം ഡോട്ടഡ് ആക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ദി ഐസോമെട്രിക് വ്യൂ. ഇത് ഐസോമെട്രിക് വ്യൂ ആണ്. ദിസ് ഈസ് ദി ഐസോമെട്രിക് വ്യൂ. ഐസോമെട്രിക് പ്രൊജക്ഷൻ അല്ല. പ്രൊജക്ഷൻ ആകുമ്പം ചെറിയൊരു വ്യത്യാസം വരും. ഐസോമെട്രിക് സ്കെയിൽ എടുക്കണം. പിന്നെ സ്ഫിയറിന്റെ കേസിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഐസോമെട്രിക് വ്യൂ ആണ്. ദിസ് ഈസ് ഐസോമെട്രിക് വ്യൂ ഓഫ് സ്ഫിയർ ഓവർ another sphere. Sphere over another sphere. Isometric view of sphere over another sphere. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻസ് എല്ലാം മാർക്ക് ചെയ്യുക. ഈ ഡയമെൻഷൻ എത്രയാണ്? ഡയമീറ്റർ 60, ഇത് 60. നമ്മുടെ ചെറുതിന്റെ എത്രയാണ്? 40. അപ്പൊ ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഡയമീറ്റർ എത്ര? 60 ആയിരിക്കണം. മേളിലത്തെ ഇത് എത്ര ആയിരിക്കണം? 40 ആയിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ബോക്സ് വരയ്ക്കുമ്പോൾ ആദ്യത്തെ ബോക്സിന്റെ ഹൈറ്റ് എത്രയാണ്? 60 ആയിരിക്കണം. രണ്ടാമത്തെ ബോക്സിന്റെ ഹൈറ്റ് എത്രയാണ്? 40 ആയിരിക്കണം. ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്റർ എത്ര ആയിരിക്കണം? അത് നമ്മൾ എത്ര ആയിരിക്കണം? നമ്മുടെ ഇതിന്റെ 30 ഇൻറ്റു 1.225, അതായത് റേഡിയസ് ഇൻറ്റു 1.225. സിമിലർലി മറ്റേതിന്റെ എത്ര വരും? മറ്റേതിന്റെ എന്ന് പറയുമ്പോഴും മറ്റേതിന്റെ റേഡിയസ് 20 ഇൻറ്റു 1.225. അപ്പൊ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ ഓർത്തിരിക്കുക, സ്ഫിയറിൽ തന്നേക്കുന്ന ഡയമീറ്ററിലല്ല, എൻലാർജ് ചെയ്ത് വേണം വരയ്ക്കാൻ. എൻലാർജ് ചെയ്ത് എത്ര എൻലാർജ് ചെയ്യണം? 1.225 എൻലാർജ് ചെയ്ത് വേണം വരയ്ക്കാൻ. അതിന് കുറച്ച് തിയറി ഒക്കെ ഉണ്ട്. അതൊന്നും നിങ്ങളിപ്പം തൽക്കാലം അറിയണ്ട. നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഐസോമെട്രിക്കിൽ പോയി എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നുള്ള ചാപ്റ്റർ എടുത്ത് പോയി വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, സോ ഇത് 1.225 എൻലാർജ് ചെയ്തായിരിക്കും വരയ്ക്കുന്നത്. ക്ലിയർ? ഇത്രയും ക്ലിയർ ആണോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ. ഹലോ, ആദം, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായി. ഓക്കെ, ജൂഡിത്ത്, പിന്നെ അഡോണ. ക്ലിയർ ആയി. ഓക്കെ, ആനന്ദ് മനസ്സിലായി സാർ. മുന്ന മനസ്സിലായി. ഓക്കെ, അഭിഷേകിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പൊ ഇതിന്റെ ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ അവിടെ എടുത്തു വെച്ചോ, ഇല്ലെങ്കിൽ ഇതിന്റെ വീഡിയോ ഇത് കഴിയുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ദെൻ അടുത്തത് ഓക്കെ, ഇനി ഇതിൽ ഏത് പ്രോബ്ലമാ ചെയ്യേണ്ടതെന്ന് പറ. ഇതില് ഏത് പ്രോബ്ലമാ ചെയ്യേണ്ടതെന്ന് പറ. ഇനി ഇതിൽ ഏത് പ്രോബ്ലം? ഇത് ചെയ്യണോ? ഈ പ്രോബ്ലം ചെയ്യണോ? ഫ്രസ്റ്റം ഇത് ചെയ്യണോ? ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡ്.
പറഞ്ഞോ, നിങ്ങൾ പറയുന്ന പ്രോബ്ലമാ ചെയ്യുന്നത് നിങ്ങൾ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ജൂഡിത്തിനോട് ചോദിക്കാം. ജൂഡിത്ത് ഏതാ ചെയ്യേണ്ടതെന്ന് പറ, ഓരോരുത്തരായിട്ട് ചോദിക്കാം. Sphere on frustum ചെയ്യാവോ? ഏതാണ്? Frustum. എത്രാമത്തെ നമ്പർ പറയാം? ക്വസ്റ്റ്യൻ നമ്പർ Fifth question. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫിഫ്ത്ത്. ഓക്കെ, ഇതാണോ സ്ഫിയർ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ചെയ്യാം. അപ്പൊ ഇത് പറയുമ്പം രണ്ട് ഗുണങ്ങളുണ്ട്. ഓക്കെ, ഇത് പറയുമ്പോൾ രണ്ട് ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒന്ന് ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്, അപ്പൊ സ്കെയിലിന്റെ കാര്യം വരും. പിന്നെ സ്ഫിയറും ഉണ്ട്, അപ്പൊ സ്ഫിയറിന്റെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അപ്പൊ അതും വരും, ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഓക്കെ, സ്ഫിയറിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്തുവാന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1.225 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റൻ നിങ്ങൾ നോട്ട് ചെയ്തോ. എന്താണ് ക്വസ്റ്റൻ? എന്താണ്? സ്ഫിയറിന്റെ റേഡിയസ് 25 എന്ന് നോട്ട് ചെയ്യും. സ്ഫിയറിന്റെ ബുക്കിലോട്ട് നോട്ട് ചെയ്തോളൂ, റേഡിയസ് 25. റെസ്റ്റ് സെൻട്രലി ഓൺ ദ ടോപ്പ് ഓഫ് ദ ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഒരു ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? ഈ സ്ഫിയർ റെസ്റ്റ് ചെയ്യുന്നു. 25 മില്ലിമീറ്റർ ഉള്ള സ്ഫിയർ റെസ്റ്റ് ചെയ്യുന്നു. ദെൻ അതിന്റെ ഫ്രസ്റ്റത്തിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ബേസ് എത്രയാണ്? 40. താഴെ 40 ആണ്. മുകളിലത്തെ സൈഡ് എത്രയാണ്? 20 ആണ്. പിന്നെ ആ ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് എത്രയാണ്? ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് 50 ആണ്. അതായത് താഴത്തെ സൈഡ് 40, മുകളിലത്തെ സൈഡ് 20, അതിന്റെ ഹൈറ്റ് എത്രയാണ്? 50. ഡ്രോ ദി ഐസോമെട്രിക് പ്രൊജക്ഷൻ. അപ്പൊ ഇതിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണം ഓഫ് ദ സോളിഡ്സ് ഇൻ ദി ഗിവൺ പൊസിഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഞാൻ സോഫ്റ്റ്വെയർ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, okay, so first I will draw the xy line. Okay, then so this is my xy line. This is my xy line. Okay, then I will draw the ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുകയാണ്. ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്കറിയാം, ആദ്യം ഞാൻ ബേസ് വരച്ചു. ബേസ് എത്രയാണ്? 40 സ്ക്വയർ പിരമിഡ് ആണ്. അപ്പൊ രണ്ട് സൈഡും എത്ര? 40, 40/40. ദെൻ അതിന്റെ നടുക്ക് വേറൊരു സ്ക്വയർ വരയ്ക്കണം അല്ലെ? അതെത്രയാണ്? അതെത്രയായിരുന്നു? 20 എത്ര ആയിരുന്നു? രണ്ടാമത്തെ അതിന്റെ ഫ്രസ്റ്റത്തിന്റെ ടോപ്പിന്റെ ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു? 20 എത്ര ആയിരുന്നു? ഒന്ന് പറയാമോ? എത്ര? 20. ഓക്കെ ഓക്കെ, ശരി. സോ 20 അടുത്തത് വരച്ചു. അപ്പൊ ഇത് വരച്ചേക്കുന്ന ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് വ്യൂ ആണ്. ഇനി ഇതിന്റെ മണ്ടയ്ക്ക് ആരിപ്പുണ്ട്? സ്ഫിയർ. അപ്പൊ സ്ഫിയറിന്റെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എന്ത് വരയ്ക്കണം? സർക്കിൾ വരയ്ക്കണം. സ്ഫിയറിന്റെ ഡയമീറ്റർ എത്ര ആയിരുന്നു? ഒന്ന് പറയാമോ? എന്റെ കയ്യിലോ ഇതില്ല, ക്വസ്റ്റ്യൻ ഇല്ല. സ്ഫിയറിന്റെ ഡയമീറ്റർ എത്ര ആയിരുന്നു? 50. Radius 55. റേഡിയസ് എത്ര? റേഡിയസ് 25. അപ്പൊ ഡയമീറ്റർ 50. ഓക്കെ ഓക്കെ. സോ 50 ഞാനൊരു സർക്കിൾ വരച്ചു. 50 ഡയമീറ്ററിൽ ഞാനൊരു സർക്കിൾ വരച്ചു. അപ്പൊ അത് ഡാർക്കായിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ ഒരു ടോപ്പ് വ്യൂ ഉള്ള ഒരു പ്രോബ്ലം എന്താ? ഈ സ്ഫിയർ ആണ് ഇരിക്കുന്നത്. അപ്പൊ സ്ഫിയർ ഇരിക്കുന്നതുകൊണ്ട് അതിന്റെ അകത്താണ് ഈ ഫ്രസ്റ്റം വരുന്നത് മേളിൽ നോക്കുമ്പോൾ. അപ്പൊ അതിന്റെ ഉള്ളിലുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാണാൻ പറ്റത്തില്ല. അപ്പൊ സ്ഫിയറിനകത്ത് വരുന്ന എല്ലാം ഡോട്ടഡ് ആയിട്ട് വേണം വരയ്ക്കാൻ. ഇതാ, സ്ഫിയറിന്റെ അകത്ത് വരുന്ന പോർഷൻസ് എല്ലാം
ഇനി ഇതിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. അത് അതിന്റെ എഡ്ജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഫ്രസ്റ്റം കംപ്ലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പുറത്ത് വരുന്നതെല്ലാം ഡാർക്ക് ചെയ്യണം, കാരണം അത് മാത്രമേ നമുക്ക് ടോപ്പ് വ്യൂല് വിസിബിൾ ആയിട്ട് വരത്തുള്ളൂ. ബാക്കിയെല്ലാം സ്ഫിയറിനകത്തല്ലേ വരുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ മനസ്സിൽ. ഓക്കെ, സോ ബാക്കിയെല്ലാം ഞാൻ ഇതാ ഓക്കെ. സോ ദിസ് ഈസ് ദി ടോപ്പ് വ്യൂ. കണ്ടല്ലോ, ടോപ്പ് വ്യൂ കണ്ടല്ലോ. ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് വ്യൂ വരച്ചിട്ടുണ്ട്, സ്ഫിയറിന്റെ ടോപ്പ് വ്യൂ വരച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഐ വിൽ ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. ഇനി ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവാം. ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ആദ്യം ഞാൻ ഫ്രസ്റ്റത്തിന്റെ ബേസ് ആദ്യം പ്രൊജക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് പ്രൊജക്ട് ചെയ്യണം. ടോപ്പ് ഇതാ പ്രൊജക്ട് ചെയ്തു. ഇനി ഇവർ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദിസ് ഫ്രസ്റ്റം. എത്രയായിരുന്നു ഹൈറ്റ്? എത്രയായിരുന്നു ഫ്രസ്റ്റത്തിന്റെ? 60 ആണോ? 50. ഓക്കെ, സോ 50 ഹൈറ്റില് ദാ 50 ഹൈറ്റില് ദാ 50 ഹൈറ്റിൽ ഞാൻ വരച്ചു. എന്നിട്ട് ഈ ടോപ്പും ഇതോടെ ജോയിൻ ചെയ്തു. നമുക്കൊരു ട്രപ്പീസിയം പോലെ കിട്ടും. Okay, so this is the ഓക്കെ. ഇനി ഇതിന്റെ മുകളിലാണ് ആരിയ്ക്കുന്നത്? സ്ഫിയർ ഇരിക്കുന്നത്. അപ്പൊ എന്താ, ഇതിന്റെ സെന്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചു ഞാന്. എന്നിട്ട് സ്ഫിയറിന്റെ ഡയമീറ്റർ എത്രയായിരുന്നു? സ്ഫിയറിന്റെ ഡയമീറ്റർ 50. ഓക്കെ, സ്ഫിയറിന്റെ ഡയമീറ്റർ എത്ര? 50. ഇതിന്റെ ഹൈറ്റും 50 ആണോ ഈ ഇതിന്റെ പിരമിഡിന്റെ? ആണ് സാർ. ഓക്കെ ഓക്കെ, ശരി. സോ 50 ആണ് ഡയമീറ്റർ. അപ്പൊ ഞാന് ഇതിന്റെ റേഡിയസ് എടുക്കണം. എത്രയാണെന്നറിയാമോ? റേഡിയസ് 25. ഈ ഡിസ്റ്റൻസ് 25 എടുത്തു. 25 എടുത്തിട്ട് 25 വെച്ചിട്ട് ദാ 50 ഡയമീറ്ററിൽ ഞാനൊരു സർക്കിൾ വരച്ചു.
Okay. So 50 diameter le oru circle varchu sphere. So this is the top view and front view. ഇത്രയും വരച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഓക്കെ, ഇനി നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാം. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം അല്ലെ? ഓക്കെ, അപ്പൊ ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കാൻ പോകും ഞാൻ ആദ്യം. അപ്പൊ ഞാൻ ആദ്യം ഒരു ലൈൻ വരച്ചു. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാക്സിമം ലെങ്ത് ആയിരിക്കണം. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ് ഇവിടുത്തെ മാക്സിമം ലെങ്ത്. അതായത് ഈ ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് 50 ആണ്, സ്ഫിയറിന്റെ ഡയമീറ്റർ 50 ആണ്. സോ ദ മാക്സിമം ഡയമെൻഷൻ ഈസ് 50. The maximum dimension is 50. The maximum dimension is 50. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ 50-ല് ഒരു ലൈൻ വരച്ചു. 50 അല്ലെങ്കിൽ മോർ ദാൻ 50 എടുക്കാം നിങ്ങൾക്ക്, നോ പ്രോബ്ലം. എന്നിട്ട് ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക, ഇവിടുന്ന് എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. അതിനൊരു ആംഗിൾ ഞാൻ പറഞ്ഞായിരുന്നു. ദിസ് ആംഗിൾ ഈസ് 15 ഡിഗ്രി ആൻഡ് ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. അപ്പൊ ഇത് രണ്ടുകൂടെ എന്ത് ചെയ്യും? ഒരിടത്ത് ഇന്റർസെക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനൊരു പേര് കൊടുക്കാം. സേ ഞാനിപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുകയാണ്. ദിസ് ഈസ് എ, ദിസ് പോയിന്റ് ഈസ് എ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ, നോ പ്രോബ്ലം. ദിസ് ഈസ് ബി, ദിസ് പോയിന്റ് ഈസ് ബി ആൻഡ് ദിസ് പോയിന്റ് ഈസ് സി. Okay, so this is A, this is B, and this is C. So this BC is the true length and AB is the isometric length. അതായത് ഈ 50യുടെ ഐസോമെട്രിക് ലെങ്ത് എത്രയാണ്? 50യുടെ ഐസോമെട്രിക് ലെങ്ത് എത്രയാണ്? 40.825 ആണ്. അതായത് 50ന്റെ ഐസോമെട്രിക് ലെങ്ത് ആണ്. 50 എന്ന് പറയുന്ന ഈ ട്രൂ ലെങ്തിന്റെ ഐസോമെട്രിക് ലെങ്ത് ആണ് 40.825. അപ്പൊ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഐസോമെട്രിക് ലെങ്തുകൾ എടുത്ത് വേണം വരയ്ക്കാൻ. അതേ ഉള്ളൂ വ്യത്യാസം. ശരി, അപ്പൊ ഞാൻ ആദ്യം ഡ്രോ ആൻ XY ലൈൻ, ഒരു XY ലൈൻ വരച്ചു. ദെൻ ഐ വിൽ മാർക്ക് എ പോയിന്റ് ഹിയർ. ദെൻ ഈ പോയിന്റിന് എത്ര ഡിഗ്രി ലൈൻ വരയ്ക്കുക? ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. സിമിലർലി this angle is 30 degree. This angle is 30 degree. Okay. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? നമ്മുടെ ഫ്രസ്റ്റത്തിന്റെ ബേസ് ആണ് ആദ്യം നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫ്രസ്റ്റത്തിന്റെ ബേസ് എത്രയാണ്? 40/40 ആണ്. ശരിയല്ലേ? ഫ്രസ്റ്റത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ 40/40 ആണ്. അപ്പൊ ഈ 40 ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഐസോമെട്രിക് ലെങ്ത് ആക്കി മാറ്റണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് 40 മാർക്ക് ചെയ്തു. ഇല്ലെങ്കിൽ ഞാൻ ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിരുന്നില്ല. അല്ല, അങ്ങനെ ചെയ്താലും മതി, നോ പ്രോബ്ലം കേട്ടോ. അത് ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. സച്ച് ദാറ്റ് ഈ ലൈൻ ഏതിന് പാരലൽ ആയിരിക്കണം? ഈ AC-ക്ക് പാരലൽ ആയിരിക്കണം. അപ്പൊ AC-ക്ക് പാരലൽ ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 40യുടെ ഐസോമെട്രിക് ലെങ്ത് കിട്ടും. സോ മെഷർ ദിസ് ലെങ്ത്. ദാ എത്രയാ? 32.66. അതായത് 40 എന്ന് പറയുന്നതിന്റെ ഐസോമെട്രിക് ലെങ്ത് ആണ് 32.66. ആ ലെങ്ത് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ. സോ ഇവിടെയും ഇവിടെ രണ്ടിടത്തും ഞാൻ മാർക്ക് ചെയ്യാണ്. ദിസ് ഈസ് 32.66. ഇപ്പുറത്തെ സൈഡിലും അത് തന്നെ. എത്ര എടുക്കണം? 32.66. 32.66. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഓർമ്മയുണ്ടല്ലോ? എന്താ ചെയ്യണ്ടേ?
ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ ഏതിന് പാരലൽ ആയിരിക്കണം? ഈ ലൈനിന് പാരലൽ ആയിരിക്കണം. സിമിലർലി ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. അത് ഏതിന് പാരലൽ ആയിരിക്കണം? ഇതിന് പാരലൽ ആയിരിക്കണം. വരച്ചു. സോ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് എന്തായിരുന്നു? ഓർമ്മയുണ്ടല്ലോ, നമ്മള് അല്ല ഈ ബോക്സ് പറഞ്ഞു ചോദിച്ചു. സാർ നമ്മൾ ടോപ്പ് വ്യൂ നമ്മളൊരു ബോക്സ് പോലെ വരച്ചിട്ടല്ലായിരുന്നു ചെയ്യുന്നത്? ഇവിടെ ബോക്സ്, ആ ബോക്സ് എന്ന് പറയുന്നത് തന്നെ ഈ നമ്മൾ ബോക്സ് വരയ്ക്കുമ്പോ നോക്കി എന്താ പറ്റുന്നത്? ആ സ്ക്വയർ തന്നെ നമുക്ക് കിട്ടുന്നത്. ശരിയല്ലേ? നമ്മൾ ആ ബോക്സ് വെക്കുമ്പോ ബോക്സിന്റെ പോയിന്റ് 1 2 3 4 എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഇപ്പോഴത്തെ ആ ബേസ് തന്നെ അല്ലയോ? സെയിം തന്നെ അല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ ഹൈറ്റ് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഹൈറ്റ് എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ഫ്രസ്റ്റം? ഇതിന്റെ ഹൈറ്റ് എത്ര? 50 ആണ്. അപ്പൊ 50നെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. എത്ര? ഐസോമെട്രിക് ലെങ്ത് എത്ര 50ന്റെ? 40.825. അപ്പൊ അതില് 40.825 എല്ലാ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് ലൈൻ വരയ്ക്കുക. 40.825 എല്ലാ പോയിന്റിൽ നിന്നും അതുപോലെ ഇവിടുന്ന് വരയ്ക്കുക 40.825. സിമിലർലി ഇവിടുന്ന് അതേപോലെ തന്നെ 40.825. എന്നിട്ട് അത് ജോയിൻ ചെയ്യാം. ഓക്കെ. സോ 40.825 ആ ബോക്സ് വരച്ചു. ഓക്കെ. എന്നിട്ട് ബോക്സ് വരച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ബേസ് എന്ന് പറയുന്നതിനെ അങ്ങ് ഡാർക്ക് ചെയ്യുക. കാരണം അത് തന്നെയാണ് നമ്മുടെ ഫ്രസ്റ്റത്തിന്റെ ബേസ്. നമുക്ക് വേറെ പോയിന്റ് ഒന്നും അവിടെ മാർക്ക് ചെയ്യാനില്ല. ഡയറക്റ്റ് അത് അതുപോലെ അങ്ങ് ഡാർക്ക് ആയിട്ട് അങ്ങ് വരയ്ക്കുക. ബിക്കോസ് അതാണ് അതിന്റെ ബേസ്. ഓക്കെ. ഇനി ഇതിന്റെ മുകളിൽ എന്ത് വരയ്ക്കണം? അടുത്തത് വരയ്ക്കണം അല്ലെ? അടുത്ത സ്ക്വയർ വരയ്ക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യുക. അപ്പൊ ഇതെത്ര വരും? 40. മുകളിലത്തെ എത്ര ആയിരുന്നു? 20. അപ്പൊ 20യുടെ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഡിസ്റ്റൻസ് 20. ഓക്കെ. അപ്പം 20 പോയി. അപ്പൊ ബാക്കി 10 വരും. ഓക്കെ. രണ്ട് സൈഡിലും 10 വരും. അപ്പൊ 10നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഐസോമെട്രിക് ലെങ്ത് മാർക്ക് ചെയ്യണം. 10ന്റെ ഐസോമെട്രിക് ലെങ്ത്. സോ ഈ ഡിസ്റ്റൻസ് 10 എടുക്കുക. എന്നിട്ട് അവിടുന്ന് എന്ത് വരയ്ക്കുക? ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക. സച്ച് ദാറ്റ് അത് ഇതിനെന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. എന്നിട്ട് നമ്മള് എന്ത് കണ്ടുപിടിക്കണം? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇത് എത്രന്ന്? 8.165. അപ്പൊ 10ന്റെ ഐസോമെട്രിക് ലെങ്ത് എത്ര? 8.165. അത് നമ്മൾ ഈ മേളിൽ മാർക്ക് ചെയ്യാം. ഇതാ ഇവിടെ ഈ ഡിസ്റ്റൻസ് 8.165. 8.165. ഓക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇവിടുന്ന് എന്ത് വരയ്ക്കണം? നേരെ ഒരു ലൈൻ വരയ്ക്കണം. അത് ഏതിന് പാരലൽ ആയിരിക്കണം? ഇതിന് പാരലൽ ആയിരിക്കണം. കണ്ടോ? അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ എൻഡിലും എത്ര കിട്ടും? ദിസ് ഈസ് 8.165. ഈ ഡിസ്റ്റൻസ് ഓൾസോ 8.165. അപ്പുറത്തും അതേപോലെ തന്നെ ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് എത്ര എടുക്കുക? ദിസ് ഡിസ്റ്റൻസ് ഈസ് 8.165 എടുത്തു. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് എന്ത് വരയ്ക്കുക? ലൈൻ വരയ്ക്കുക. അത് ഏതിന് പാരലൽ ആയിരിക്കണം? ഇതിന് പാരലൽ ആയിരിക്കണം. അപ്പൊ ഇതിന്റെ എൻഡിലുള്ള ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 8.165. കണ്ടോ? അതുപോലെ ഇവിടെയും മാർക്ക് ചെയ്യുക പോയിന്റ്. ഈ ഡിസ്റ്റൻസ് എത്ര എടുക്കണം? ദിസ് ഈസ് 8.165. അവിടുന്ന് എന്ത് വരയ്ക്കണം? ഇവിടുന്ന് ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. സച്ച് ദാറ്റ് അത് ഇതിനെന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. അപ്പൊ ഈ എൻഡിലെ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 8.165 ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും?
8.165. നേരെ അവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക. അത് ഈ സൈഡിന് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റിൽ വരുന്ന ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ദിസ് ഈസ് ഓൾസോ 8.165. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതിന്റെ നടുക്ക് എന്തോ ഒരു സ്ക്വയർ പോലെ ഒരു ഷേപ്പ് കിട്ടിയേക്കുന്നത്. അതിനെ എന്ത് ചെയ്യുക? അതിനെ നിങ്ങൾ ഡാർക്ക് ചെയ്യുക. അപ്പൊ മേളിലത്തെ സ്ക്വയർ കിട്ടി. ഇനി അപ്പൊ മേളിലത്തെ താഴത്തെ സ്ക്വയർ കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. കണ്ടോ? യു വിൽ ഗെറ്റ് ദ ഫ്രസ്റ്റം. കണ്ടോ? ഞാൻ ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യാം. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? സംശയമുണ്ടോ? സാർ ഈ തേർഡ് ഫിഗറിന്റെ 30 ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ട് ചെയ്തൊന്ന് ഒരു തവണ കൂടെ ഒന്ന് പറയാമോ? 30 എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഫിയറിന്റെ സൈഡ് എത്ര? 40. അപ്പൊ ആ 40 നമ്മൾ ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? നേരെ ഇവിടുന്ന് കിട്ടുന്ന എടുത്ത് നേരെ ഇവിടെ കട്ട് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ അങ്ങനെ അല്ല. നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ഡയമെൻഷനെ നേരെ എവിടെ കൊണ്ടുപോകണം? ഐസോമെട്രിക് സ്കെയിലിൽ കൊണ്ടുപോയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 32.66 എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ 32.66 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ 40 എന്ന് പറയുന്ന ലെങ്തിന്റെ ഐസോമെട്രിക് ലെങ്ത് ആണ്. ഇവിടെ കണ്ടോ, 40യുടെ ഐസോമെട്രിക് ലെങ്ത് ആണ്. കണ്ടോ, 32.66. കണ്ടോ, അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്, 32.66. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എന്നിട്ട് നമ്മൾ അത് വരച്ചിട്ട് ബേസ് വരച്ചു, പിന്നെ ബോക്സ് വരച്ചു. ബോക്സ് വരയ്ക്കുമ്പോൾ അതിന്റെ ഹൈറ്റ് എത്ര? നമ്മുടെ ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് 50. അപ്പൊ 50ന്റെ ഐസോമെട്രിക് ലെങ്ത് എത്ര? 50ന്റെ ഐസോമെട്രിക് ലെങ്ത് 40.825. ആ 40.825 എടുത്തിട്ട് ബോക്സ് വരച്ചു. പിന്നെ ആ ബോക്സിന്റെ മേളിൽ ചെറിയ സ്ക്വയർ ഉണ്ട്. അപ്പൊ ചെറിയ സ്ക്വയർ വരയ്ക്കുമ്പോൾ എല്ലാ എൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്ര? ആക്ച്വലി 10 ആണ്. കണ്ടോ, 10 ആണ് ഡിസ്റ്റൻസ്. പക്ഷെ 10ന്റെ ഐസോമെട്രിക് ലെങ്ത് എത്രയാണ്? 10ന്റെ ഐസോമെട്രിക് ലെങ്ത് 8.165 ആണ്. അപ്പൊ 8.165 എടുത്ത് എല്ലാ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മേളിൽ ഒരു ചെറിയ സ്ക്വയർ കിട്ടും. ആ സ്ക്വയറിനെയും താഴത്തെ സ്ക്വയറിനെയും കൂടെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, ശരി. ഇനി അടുത്ത ഇതിന്റെ മണ്ടയ്ക്ക് നമുക്ക് സ്ഫിയർ വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ഫിയർ വരയ്ക്കണമെങ്കിൽ, അപ്പൊ ഇതിൽ സ്ഫിയർ വരയ്ക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ഫിയർ വരയ്ക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ മേളിൽ ഒരു ഡയഗണൽ വരയ്ക്കുക. ഇതിന്റെ മേളിൽ ഞാൻ ആദ്യം എന്ത് വരച്ചു? ഞാൻ ആദ്യം ഒരു ഡയഗണൽ വരച്ചു. അതായത് ഇവിടുന്ന് ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ലൈൻ വരച്ചു കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ്, ഒന്ന് വെയിറ്റ് ചെയ്തേ, ഒറ്റ സെക്കൻഡ്. ഓക്കെ, സോ ആദ്യം നിങ്ങൾ ഇതിന്റെ ടോപ്പിലുള്ള ഡയഗണൽ വരയ്ക്കുക. മേളിലത്തെ ഒരു ഡയഗണൽ ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടും. സോ ദിസ് പോയിന്റ് ഈസ് പി.
ഈ പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത്. ദിസ് പോയിന്റ് ഈസ് പി. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഈ പിയിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ, പക്ഷെ ഇവിടെ ഐസോമെട്രി ആയതുകൊണ്ട് നമ്മൾ സ്ഫിയറിന്റെ റേഡിയസ് എത്രയാണ്, 25. 25ന്റെ ഐസോമെട്രിക് ലെങ്ത് എടുക്കണം. 25ന്റെ ഐസോമെട്രിക് ലെങ്ത് കിട്ടാൻ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇവിടെ 25 മാർക്ക് ചെയ്യാം. ദിസ് ഈസ് 25. എന്നിട്ട് ഇവിടുന്ന് ഡ്രോ എ ലൈൻ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പൊ അത് ഈ ലൈൻ എന്തായിരിക്കണം, പാരലൽ ആയിരിക്കണം, പാരലൽ ടു ദിസ് ലൈൻ. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ദാ ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എത്ര, 20.412. ദിസ് ഈസ് 20.412. അപ്പൊ 20.412 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി ഐസോമെട്രിക് ലെങ്ത് ഓഫ് 25 millimeter. ഈ 25 millimeterന്റെ ഐസോമെട്രിക് ലെങ്ത് ആണ് 20.412. സോ 20, അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 20.412 ആയിരിക്കും. 20.412. ഓക്കെ, എന്നിട്ട് ആ പോയിന്റ് സെന്റർ ആക്കിയിട്ട് ഡ്രോ എ സർക്കിൾ. ആ പോയിന്റ് സെന്റർ ആക്കിയിട്ട് ഡ്രോ എ സർക്കിൾ. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ, 50. നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ സ്കെയിൽ എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലെ. പക്ഷെ സ്ഫിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ സെയിം ഡയമീറ്റർ തന്നെ എടുത്ത് വരയ്ക്കാവുള്ളൂ. സോ 50 ഡയമീറ്റർ. ഒരിക്കലും നമ്മൾ അതിനെ ഐസോമെട്രിക് സ്കെയിലിൽ കൊണ്ടുവരില്ല. അതാണ് എക്സെപ്ഷണൽ കേസ് എന്ന് ഞാൻ പറഞ്ഞത്. സ്ഫിയറിന്റെ എക്സെപ്ഷണൽ കേസ് ആണത്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. സോ ദിസ് ഈസ് ദി ഐസോമെട്രിക്. അതായത് ഏതാണ് ചോദിച്ചേ, ഏതാ റേഡിയസിന് ഇൻടു 1.225 ചെയ്യണ്ട? അത് ഐസോമെട്രിക് വ്യൂവിലാണ്. ഐസോമെട്രിക് വ്യൂവിൽ മാത്രം. സ്ഫിയറിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ മാത്രമാണ് റേഡിയസ് ഇൻറ്റു 1.225 ചെയ്യേണ്ടത്. മനസ്സിലായോ പറഞ്ഞേ, മനസ്സിലായോ? ഓക്കെ, പ്രൊജക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതാണ് സ്ഫിയറിന്റെ എക്സെപ്ഷണൽ കേസ് എന്ന് ഞാൻ പറഞ്ഞത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുന്ന സമയത്ത് സെയിം റേഡിയസ്, എത്രയാണോ തന്നേക്കുന്ന റേഡിയസ് അതേ റേഡിയസിലേ വരയ്ക്കാവുള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സാധാരണ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ എല്ലാ ലെങ്തിനെയും എങ്ങോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറഞ്ഞത്, ഐസോമെട്രിക് ലെങ്ത് ആക്കിയിട്ട് വേണം വരയ്ക്കാൻ. പക്ഷെ സ്ഫിയറിന്റെ വരയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത്. സ്ഫിയറിന്റെ ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ തിയറിയിലോട്ട് കയറുന്നില്ല. നിങ്ങൾക്ക് പടം വരയ്ക്കാൻ ആവശ്യമുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഇതിന്റെ ഈ സ്ഫിയർ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും എത്ര ആയിരിക്കണം, സെയിം ഡയമീറ്റർ. അതായത് നമ്മൾ ഡയമീറ്റർ ഫ്രണ്ട് വ്യൂ വരച്ച ഡയമീറ്റർ കണ്ടോ, ഫ്രണ്ട് വ്യൂ വരച്ച വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ഇൻ ദ ഫ്രണ്ട് വ്യൂ, 50 millimeter. അതേ സെയിം ഡയമീറ്ററിലായിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടത്. ദിസ് ഡയമീറ്റർ ഈസ് 50. അതേ സെയിം ഡയമീറ്റർ ആയിരിക്കണം ഇത് വരയ്ക്കേണ്ടത്. പക്ഷെ ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 50 ഇൻറ്റു 1.225 എടുക്കണം. കാരണം അത്രയും എൻലാർജ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അത്രയും എൻലാർജ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, then mark all the dimensions. This height is 50 mm. Then the base of the frustum of etrana 40 millimeter. This is a square prism, so 40 by 40. This dimension is 40 by 40, and this dimension is 20 by 20. And what is the diameter of the sphere, 50. ഓക്കെ, ദെൻ ഈ ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കുമ്പോൾ ഇതിന്റെ ലെങ്ത് 50 എന്ന് മാർക്ക് ചെയ്യണം. ഈ ആംഗിൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം, 15 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യണം. ദിസ് ആംഗിൾ ഈസ് എത്രയാണ്, ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ദെൻ ഓരോന്നിന്റെ ഐസോമെട്രിക് ലെങ്ത്. പിന്നെ ഇവിടെ എത്രയാണ്, ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി, ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി, ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ദെൻ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ബോക്സ്? ബോക്സിന്റെ ഹൈറ്റ് എത്ര, 40.83. ശരിക്കും ഈ ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് എത്രയാ, 50. പക്ഷെ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ അത് 50 വരത്തില്ല. ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ എത്ര തന്നെ വരും, 50, ഡയറക്റ്റ് 50. ഇതിന്റെ ഹൈറ്റ് 50 ആയതുകൊണ്ട് ഈ ബോക്സിന്റെ ഹൈറ്റും എത്ര വരണം, ഐസോമെട്രിക് വ്യൂവിൽ 50 വരണം. പക്ഷെ ഇത് പ്രൊജക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ സ്കെയിലിൽ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്തിട്ട് വരച്ചേക്കുന്നത്. സോ 40.83.
ഓക്കെ, ദെൻ ഇതിന്റെ പിന്നെ ഈ ഡിസ്റ്റൻസ് ഇതാ ഇത്. സോറി, ഇതല്ല. സംശയം ചോദിച്ചു, ഇനി ഡൗട്ട് ചോദിക്കാം. നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ആദം ക്ലിയർ ആണോ? ഓക്കെ, മുന്ന ക്ലിയർ ആണോ? സംശയം ഉണ്ടോ ചോദിച്ചേ? ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ സ്ഫിയറിന്റെ ഐസോമെട്രി വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. സ്ഫിയറിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1.225 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സ്ഫിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മൾട്ടിപ്ലൈ ചെയ്യരുത്. സെയിം ഒരിക്കലും. പിന്നെ നമ്മൾ സ്കെയിലിലും കൊണ്ടുപോയി കൺവേർട്ട് ചെയ്യുകയും ചെയ്യരുത്. നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മൾ എല്ലാ ഡയമെൻഷനും ഐസോമെട്രിക് സ്കെയിലിൽ കൊണ്ടുപോയിട്ടാണ് വരയ്ക്കേണ്ടത്. പക്ഷെ സ്ഫിയറിന്റെ ഇതിൽ മാത്രം ഒന്നും ചെയ്യരുത്. സ്ഫിയറിന്റെ ഡയമെൻഷൻ എത്രയാണോ തന്നേക്കുന്നത് അതേ സെയിം ഡയമെൻഷനിൽ മാത്രമേ നമ്മൾ എന്ത് വരയ്ക്കാവുള്ളൂ? നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാവുള്ളൂ. ബാക്കി എല്ലാത്തിന്റെയും ലെങ്തിനെ എവിടെ കൊണ്ടുപോകണം? ഐസോമെട്രിക് സ്കെയിലിൽ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ബാക്കി എല്ലാ ഒബ്ജക്റ്റിന്റെയും. സ്ഫിയറിനെ മാത്രം ഒന്നും ചെയ്യരുത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ സ്ഫിയറിനെ മാത്രം കൺവേർട്ട് ചെയ്യരുത്. എത്രയാണോ ഡയമെൻഷൻ തന്നേക്കുന്നത് അതേ ഡയമെൻഷനിൽ മാത്രമേ വരയ്ക്കാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? സംശയമില്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇനി ഒരു എത്ര മിനിറ്റ്സ് ഒരു ബ്രേക്ക് തരാം ഞാൻ. ഇപ്പൊ 2 പ്രോബ്ലം ആയില്ല. എത്ര സമയം വേണം ബ്രേക്ക്? 10 മിനിറ്റ്സ് മതിയോ? 10 മിനിറ്റ്സ് മതിയോ ബ്രേക്ക്? അല്ലെങ്കിൽ ഇപ്പം 11 മണിയായി. ഓക്കെ, 11:15 മതിയോ? 11:15 തിരിച്ചു വരാമോ? 11:15 തിരിച്ചു വരാമോ? ഓക്കെ, അപ്പൊ അടോണ, എനിക്കിപ്പോ ഈ റെക്കോർഡ് ചെയ്തത് എനിക്ക് അയച്ചു തരാൻ പറ്റുമോ? കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ മാർഗമുണ്ടോ? ഇനി റെക്കോർഡ് മെയിൽ ഐ ഡി ഞാൻ ഷെയർ ചെയ്യാം. ഇതിപ്പോ ഗൂഗിൾ ഡ്രൈവിലല്ലയോ വരുന്നത്? അല്ലേ? ഗൂഗിൾ ഡ്രൈവിലല്ലേ വരുന്നത്? ഓക്കെ, ശരി. അപ്പൊ അതെനിക്ക് ഞാനിപ്പോ മെയിൽ ഐ ഡി വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. അതെനിക്ക് അയക്കുക. എന്നിട്ട് നമുക്ക് 11:15 നമ്മൾ എല്ലാവരും തിരിച്ചു വരിക. ഓക്കെ, താങ്ക് യു. 11:15.